പ്രൈസ് ദി ലോർഡ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാം പ്രിയപ്പെട്ടവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്ക് വേണ്ടി ചില ദൈവദിന ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളുടെ വായിക്കുന്നു. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദാനം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ് റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായി എല്ലാവർക്കും എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ടും ഉയർത്തിരിക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതിനാലല്ലോ എന്ന് അവിടെ വായിക്കാൻ കഴിയും. ഇവിടെ ഈ വചനം കേൾക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവി പലരും യേശു ആരാണെന്നും യേശു ക്രിസ്തു ദൈവമാണോ എന്നും യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യതയെക്കുറിച്ചും പലപ്പോഴും പലരും ചോദ്യം ചെയ്യപ്പെടാറുണ്ട്. പല വേദികളിലും പല മീറ്റിങ്ങുകളും പല പരസ്യങ്ങളും നടക്കുമ്പോൾ പലരും ഇങ്ങനെയുള്ള ആശയങ്ങളായി വന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയും. യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്താണ്, പുത്രത്വം എന്താണ്, അവന്റെ നിസ്തുല്യത എന്താണ് അറിയാൻ കഴിയാത്ത അനവധി ആളുകൾ ഇന്ന് ശണ്ടയിടുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള ക്രിസ്തുവിന്റെ നിസ്തുല്യതയെ കുറിച്ചാണ്. പല മത നേതാക്കന്മാരെ പോലെയും മതസ്ഥാപകന്മാരെ പോലെയും അല്ല യേശു. അല്ലെങ്കിൽ പലരുടെയും ചിന്ത എന്താണ്, പല മത നേതാക്കന്മാരെയും മതസ്ഥാപകന്മാരെ പോലെയാണ് യേശു എന്നുള്ളതാണ്. എന്നാൽ ഞങ്ങൾ പറയുന്നത് അങ്ങനെയല്ല. എല്ലാ മത നേതാക്കന്മാരെ പോലെ മതസ്ഥാപകന്മാരെ പോലെ അല്ല യേശു. മറ്റെല്ലാ മത നേതാക്കന്മാരും ഒന്നുകിൽ ദൈവികരാണ് അല്ലെങ്കിൽ ഭൗമികരാണെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ യേശു രണ്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യരാണെന്ന് കരുതിയ നേതാക്കളൊക്കെ മരിച്ചു. ഹല്ലേലൂയ. മനുഷ്യനാണെന്ന് കരുതിയ നേതാക്കളൊക്കെ മരിച്ചു. ദൈവമാണെന്ന് കരുതിയ നേതാക്കന്മാരൊക്കെ മരിച്ചുപോയി. അവരാരും തന്നെ ഇന്ന് ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ഭൂമിയിൽ പല അവതാരങ്ങളും വന്നിട്ടുണ്ട്, പല അവതാരങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. പലരും ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ട്, പലരും ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്, പലരുടെയും നിസ്തുല്യത തെളിയിക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ആ മത നേതാക്കന്മാരും ദൈവമാണെന്ന് പറഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന എല്ലാ ദൈവങ്ങളും മരിച്ചടക്കപ്പെട്ടു. ഹല്ലേലൂയ. അവരെല്ലാം കല്ലറകളിൽ അവർ ഉറങ്ങുകയാണ്. എന്നാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആദ്യ ഫലം എന്ന് പറയുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. അപ്പൊ യേശുവാണ് ദൈവത്തിന്റെ യഥാർത്ഥ അവതാരം എന്ന് പറയുന്നത്. യഥാർത്ഥ അവതാരം, പല അവതാരങ്ങളെ കുറിച്ച് ലോകം പറയുമ്പോഴും ഞങ്ങൾ വേദപുസ്തകത്തിൽ വിളിച്ചു പറയുന്നു യേശുവാണ് ദൈവത്തിന്റെ യഥാർത്ഥ അവതാരം. ചിലർ പറയുന്നത് പല അവതാരങ്ങളിൽ ഒന്ന് മാത്രമാണ് യേശു എന്നാണ്. ഞങ്ങൾ പറയുന്നത് പല അവതാരങ്ങൾ ഒന്ന് മാത്രമല്ല യേശു, ദൈവത്തിന്റെ ഏക പുത്രനാണ് യേശു. ഹല്ലേലൂയ. അപ്പം ഇവിടെ അത് യേശു ക്രിസ്തു തന്നെയാണ് നിങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ യേശു യഥാർത്ഥ അവതാരം പൂർണ്ണ മനുഷ്യനായിരിക്കണം, അതേസമയം അവൻ പൂർണ്ണ ദൈവമാണ്. അത് അവന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു. ഭൂമിയിൽ മനുഷ്യൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ ജീവിക്കും മനുഷ്യനെ പോലെ തന്നെ യേശു മനുഷ്യനായി ഇവിടെ ജനിക്കുന്നു. അപ്പോൾ തന്നെ പൂർണ്ണ ദൈവമാണ്. ഹല്ലേലൂയ. മാത്രമല്ല അവൻ ജീവിതം കൊണ്ട് തെളിയിച്ചു. ഭൂമിയിലുള്ള സകല മനുഷ്യൻ പാപത്തിൽ ജനിക്കുമ്പോൾ, പാപത്തിൽ ജീവിക്കുമ്പോൾ യേശു പരിശുദ്ധാത്മാവിൽ മറിയുടെ ഉദരത്തിൽ ജനിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ഈ ഭൂമിയിലെ 33 തിരുവയസ്സ് ജീവിതം പാപമില്ലാത്ത ജീവിതം. എന്നാൽ മനുഷ്യന്റെ ജീവിതം മുഴുവൻ പാപത്താൽ നിറയപ്പെട്ട ജീവിതമാണ്. യേശു തന്റെ ജീവിതം കൊണ്ട് തന്റെ ദൈവത്വം, തന്റെ നിസ്തുല്യത തെളിയിച്ചയാളാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന മാതാവി, ഇന്ന് പകൽ പറയട്ടെ, നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയെ തെളിയിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ജീവിതം കൊണ്ട്, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ നിസ്തുല്യത തെളിയിക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ ആരാണ്? നമ്മളെല്ലാം ജഡത്തിൽ ജീവിക്കുന്നവരാണ്. ഞാൻ നിങ്ങളും ജഡത്തിൽ ജീവിക്കുന്ന, ആ ജഡത്തിൽ സ്വഭാവത്തിൽ ജീവിക്കുന്ന എന്റെ നിങ്ങളെ പാപത്തിന് വിടുവിച്ച് ക്രിസ്തുവിനുള്ള ആ ദൈവത്വത്തെ എന്റെ നിങ്ങളുടെ ഉള്ളിലാക്കുവാൻ വേണ്ടിയാണ് അവൻ ക്രിസ്തു, അവൻ യേശു ക്രൂശിൽ ഭൂമിയിൽ നമുക്ക് വേണ്ടി അവതരിച്ചതും അവന്റെ ശുശ്രൂഷയും അവന്റെ ജീവിതവും അവന്റെ മരണവും അവന്റെ അടക്കവും അവന്റെ ഉയർപ്പും അവന്റെ പുനരുത്ഥാനവും അവന്റെ സ്വർഗാരോഹണം എല്ലാം നമ്മൾ നോക്കിയാൽ നമ്മളിലേക്ക് യേശു കടന്നു വരുവാൻ യേശു ക്രിസ്തുവിനെ നാം വിശ്വസിച്ച് അവന് ഹൃദയം കൊടുക്കുമ്പോഴാണ് ആ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അപ്പൊ യേശു പൂർണ്ണ മനുഷ്യനായിരിക്കുകയും പാപമില്ലാതിരിക്കുകയും ചെയ്തവനാണ്. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ പൂർണ്ണ മനുഷ്യനായിരിക്കുന്ന ആരും പാപമില്ലാതെ ജീവിക്കുന്നില്ല. എന്നാൽ യേശു പൂർണ്ണ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ പാപമില്ലാതെ ജീവിച്ചു. അവൻ രക്ഷകനാണ്, അവൻ വീണ്ടെടുപ്പുകാരനാണ്, അവൻ പാപത്തിന് പരിഹാരം നൽകുന്നവനാണ്.
സ്നേഹിക്കുന്നവനാണ്, പാപിയുടെ സ്നേഹിതനാണ്. പാപത്തെ വെറുക്കുന്നവൻ പാപിയെ സ്നേഹിക്കുന്നവനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം ദൈവത്തോട് അടുത്ത് വരികയാണ്. മറ്റെല്ലാ അവതാരങ്ങളും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നില്ല. ഒരുപാട് അവതാരങ്ങളുണ്ട്, അവരാരും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നില്ല. ഹല്ലേലൂയ. അവരെല്ലാം മറിച്ച് ഹല്ലേലൂയ മൺമറഞ്ഞു. അതെല്ലാം ഒരുവിധ സങ്കല്പങ്ങളായിരുന്നു എന്ന് തിരുവെഴുത്തമ്മ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ നാം പറയുമ്പോൾ യേശുക്രിസ്തുവാണ് യഥാർത്ഥ ദൈവം. അവൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നു. ദൈവത്തിന്റെ മനുഷ്യന്റെ മധ്യസ്ഥനാണ് യേശു എന്ന് നമ്മൾ എബ്രായ ലേഖനം 9:15 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അതേ മനുഷ്യൻ, ദൈവത്തിന് മനുഷ്യന്റെ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമാണെന്ന് നമ്മൾ തിമോഥെയോസിന്റെ ലേഖനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ മനുഷ്യന് വേണ്ടി പാപമോചനം നടത്തേണ്ടത്, മനുഷ്യന് വേണ്ടി പാപ പരിഹാരം നടത്തേണ്ടത്, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഏക മാർഗം യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമാണ്. ഹല്ലേലൂയ. ഭൂമിയിൽ പല അവതാരങ്ങളുണ്ടെങ്കിലും അവതാരങ്ങൾ മാറി വന്നെങ്കിലും അവർക്കാർക്കും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിഞ്ഞിരുന്നല്ലേ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, പാപമോചന യാഗം ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുവാൻ, പൂർണ്ണ ജീവിതം യേശു നയിക്കുവാൻ, പാപമില്ലാത്ത ജീവിതം നയിക്കുവാൻ യേശുവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്ന് പകൽ നിങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ ബന്ധനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതം നിറഞ്ഞു നിൽക്കുമ്പോൾ, താങ്കൾക്ക് ഒരിക്കൽ സ്വയം രക്ഷപ്പെടാൻ കഴിയാതിരിക്കുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു നിസ്തുല്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ആ വചനത്തിന്റെ ഉള്ളിൽ ഇന്ന് പകൽ പ്രവർത്തിക്കുന്നെങ്കിൽ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ, പാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ, അശുദ്ധികൾ, ദുഷ്കാമ, ദുർമോഹ, ദുർചിന്തകൾ, ജഡത്തിന്റെ എല്ലാ പ്രവൃത്തികളെയും നീക്കിക്കളഞ്ഞിട്ട് നിനക്ക് ക്രിസ്തുവിൽ ഒരു വീണ്ടും ജന്മം പ്രാപിക്കാൻ കഴിയും. ഗലാത്യലേഖനം 5-ാം അധ്യായം 24-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണാം, ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ നിങ്ങളുടെ ജഡത്തിൽ ഒരുപാട് രാഗമോഹങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനെയെല്ലാം നിങ്ങൾ ക്രൂശിച്ച് നിങ്ങൾ പരിപൂർണമായി ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ സമർപ്പണത്തിലൂടെ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയുള്ളൂ. ഈ ലോകം പാപമാണ്, പാപത്തിന്റെ അനുഭവമാണ്, പാപത്തിന്റെ വശീകരണമാണ്, പാപത്തിന്റെ പ്രലോഭനമാണ്, പാപത്തിന്റെ ഇച്ഛകൾ, മോഹങ്ങളാണ്. ഏത് മനുഷ്യനും വശീകരിച്ച് പാപത്തിന്റെ അതിഥിക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ലോകം എന്ന് പറയുന്നത്. എന്നാൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിൽ ഒരു സമാധാനം വേണോ, സന്തോഷം വേണോ? നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച യേശുവിനെ നീ ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. മനുഷ്യന് വേണ്ടി സാത്താനെ തോൽപ്പിക്കുന്നതിന്, സാത്താനെ തകർക്കുവാൻ, എൻ്റെ തലയെ തകർക്കുവാൻ യേശു ക്രൂശിലെ മരണം നമുക്ക് വേണ്ടി ഏറ്റെടുത്തു എന്നുള്ളതാണ്. അപ്പൊ യേശു പൂർണ്ണ ദൈവമായിരുന്നു എന്ന് അവന്റെ ഉയർപ്പിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ മനുഷ്യരും മരിച്ചടക്കപ്പെട്ട് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിയിരിക്കുന്നു. എന്നാൽ കല്ലറയ്ക്ക് ഒതുക്കുവാൻ കഴിയാതിരുന്നവൻ യേശു മാത്രമാണ്. അവിടെ തന്നെ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യത, അവന്റെ ദൈവത്വം, അവന്റെ പൂർണ്ണ ദൈവിക സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ രക്ഷാമാർഗത്തിലേക്കുള്ള ഏക വഴികാട്ടിയായിരുന്നു യേശു ക്രിസ്തു. രക്ഷാമാർഗത്തിലുള്ള ഏക വഴികാട്ടി യേശു ക്രിസ്തു. ഏത് മനുഷ്യരെയും പാപത്തിന് വിടുവിച്ച് ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി മാറ്റുവാൻ, ക്രിസ്തുവിൽ പൂർണ്ണ വളർച്ച പ്രാപിപ്പാൻ, ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവനാക്കി മാറ്റുവാൻ, മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന സമാധാനത്തെക്കുറിച്ച്, സന്തോഷത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തിയത് യേശുവാണ്. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. യേശു നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ഗുണം ചെയ്ത് പിതാവിന്റെ വലത്തുവാക്ക് നമുക്കൊരു മധ്യസ്ഥ ചെയ്യുന്നവനാണ്. അവൻ തന്റെ ജനത്തെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരും. അവൻ നിസ്തുല്യനായ ദൈവമാണ്. ഇന്ന് പകൽ നിന്റെ ജീവിത പാപശാപ രോഗങ്ങൾ നീക്കി നീ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് ശരിക്കും നിന്റെ കുടുംബത്തിന്റെ എല്ലാ പാപശാപ ബന്ധനങ്ങൾ വഴിയും വിശ്വസിക്കാൻ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് വചനം കേട്ടുകൊടുക്കുക എല്ലാ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സമാധാന, സന്തോഷ, സ്വസ്ഥത, കണ്ണുനീരിന്റെ നടുവിൽ കടന്നു പോകുന്ന ജനത്തിന് ആശ്വാസം, സമാധാനം, പ്രത്യാശയും കൊടുക്കണമേ. പാപത്തിന്റെ വഴികളിട്ട് മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം ഇപ്പാടെയാകണം. എല്ലാം കാര്യങ്ങൾ ജനത്തെ വിടുവിക്കേണ്ട ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സകലത്തിൽ നീതി വെളിപ്പെടണമേ. പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.